ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 18-19 തുടക്കം. ആ സമയത്ത് ഹേമന്ത് പന്ത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ബാബയുടെ കാലുകൾ ഒഴിയുകയായിരുന്നു. ബാബ പറയുന്നത് കേട്ട് മനസ്സിൽ വിചാരിച്ചു, എന്ത് സത്യം, ഒരാഴ്ചയ്ക്ക് സപ്താഹം ചെയ്തു, അതിനുള്ള ബലം കിട്ടി. ഞാൻ 40 വർഷക്കാലമായി ഒരു ബലവുമില്ലാതെ വായിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ 7 ദിവസത്തെ താമസം ഫലവത്തായി. പക്ഷേ എൻ്റെ 7 വർഷക്കാലം 1910 1917 വൃഥാവിലായി. ഒരു വേഴാമ്പൽ പക്ഷി മഴക്കാരനെ കാത്തു നിൽക്കുന്ന മാതിരി ബാബ എപ്പോഴാണ് ബാബയുടെ ആജ്ഞകളോടുകൂടി അമൃതമൊഴി പൊഴിഞ്ഞ് ആശീർവദിക്കുമെന്ന് കാത്തു നിൽക്കുന്നു. ഈ ആലോചനകൾ ഹേമന്ത് പന്തിന്റെ മനസ്സിൽ കടന്നയുടൻ ബാബ അതറിഞ്ഞു. ഭക്തന്മാർക്കറിയാമായിരുന്നു, അവർ എന്ത് വിചാരിക്കുന്നുവോ അവയെല്ലാം ബാബ അറിഞ്ഞിരുന്നുവെന്ന്. അതിൽ വരുന്ന ദുഷ്ടാലോചനകളെ അമർത്തിയും നല്ലതിനെ മാത്രം പ്രോത്സാഹിപ്പിച്ചുമിരുന്നു. ഹേമന്ത് പന്തിന്റെ മനസ്സറിഞ്ഞ ബാബ ഉടനെ ഹേമന്ത് പന്തിനോട് എഴുന്നേൽക്കുവാൻ പറഞ്ഞു. ബാബയുടെ മനസ്സിൽ ദയ ഉണർന്നു. അതുകൊണ്ട് ഈ ആജ്ഞയെ കൊടുത്തു. ബാബയുടെ ആജ്ഞയെ ആർക്ക് നിരസിക്കുവാൻ കഴിയും? ഹേമന്ത് പന്ത് ഉടനെ മസ്ജിദ് വിട്ട് ശ്യാമയുടെ ഗൃഹത്തിലെത്തി. അദ്ദേഹം കുളി കഴിഞ്ഞു വസ്ത്രം ധരിക്കുകയായിരുന്നു. പുറത്തു വന്ന് ഹേമന്ത് പന്തിനോട് ചോദിച്ചു, ഈ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടേക്ക് മസ്ജിദിൽ നിന്ന് വരുന്നുവെന്ന് കരുതുന്നു? എന്താണ് നിങ്ങൾ വിശ്രമമില്ലാത്തവനായും മനസ്സിടിഞ്ഞവനായും കാണപ്പെടുന്നത്? ഇരിക്കൂ, കുറെ വിശ്രമിക്കൂ. അതിനുള്ളിൽ ഞാൻ എൻ്റെ പൂജ മുഴുപ്പിച്ചിട്ട് വരാം. നിങ്ങൾ അതിനിടയിൽ ഒരു താമ്പൂലം ചവയ്ക്കുക. പിന്നീട് നമ്മൾ ഇരുന്ന് നല്ല സംഭാഷണം നടത്താം. ഇത് പറഞ്ഞു ശ്യാമ അകത്തേക്ക് ചെന്നു. ഹേമന്ത് പന്ത് വരാന്തയിൽ മുൻതിണ്ണയിൽ ഒറ്റയ്ക്കിരുന്നു. ജനലിൽ കൂടി അദ്ദേഹം ഒരു നാദ് ഭഗവത് എന്ന പ്രശസ്തമായ മറാത്തി പുസ്തകം കണ്ടു. ഇത് വിലമതിച്ച സംസ്കൃത ഭാഗവതത്തിന്റെ 11-ാം അധ്യായത്തിന്റെ സാരം ശ്രീ ഏകനാഥ് വിവരിച്ചതായിരുന്നു. സായിബാബയുടെ ഉപദേശത്തിന്മേൽ ബാബു സാഹിബ് ജോഗും കാക്കാ സാഹിബ് ഡിസ്കറ്റും ദിവസേന ഭഗവത്ഗീത മറാത്തി അർത്ഥത്തോടു കൂടിയത് അല്ലെങ്കിൽ ധന്യശ്വരി ശ്രീകൃഷ്ണാർജുന സംവാദം വായിച്ചിരുന്നു. മാത്രമല്ല ഏകനാഥിന്റെ മറ്റു ചില ഭാവാർത്ഥ രാമായണവും പഠിച്ചിരുന്നു. ഭക്തന്മാർ ബാബയോട് വന്നു ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചില സമയങ്ങൾ കുറച്ചുത്തരങ്ങൾ പറഞ്ഞു ബാക്കി മേൽപ്പറഞ്ഞ ഭാഗവതവും രാമായണവും കേൾക്കുവാനായി പറഞ്ഞയച്ചിരുന്നു. അത് ഭാഗവത ധർമ്മത്തിന്റെ മുഖ്യ അംശമാണെന്നും അറിയിച്ചിരുന്നു. ഭക്തന്മാർ അവയെ കേൾക്കുമ്പോൾ അവർക്ക് അവരവരുടെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങളും കിട്ടിയിരുന്നു. ഹേമന്ത് പന്തും നാദ് ഭഗവതിലെ ചില ഭാഗങ്ങൾ ദിവസേന വായിച്ചിരുന്നു. ആ ദിവസം ശ്യാമ ദിവസേന പഠിക്കുന്ന ഭാഗം മുഴുമിച്ചിരുന്നില്ല. ഈ വീഴ്ച ചില ഭക്തന്മാരോട് കൂടി മസ്ജിദിലേക്ക് പോകേണ്ടി വന്നതിനാലായിരുന്നു ഉണ്ടായത്. ജനലിനടുത്തിരുന്ന ആ പുസ്തകമെടുത്ത് ഹേമന്ത് പന്ത് സാധാരണയായി തുറന്നു നോക്കി. അത്ഭുതകരമാവണ്ണം അദ്ദേഹം മുഴുമിക്കാത്ത ഭാഗമാണ് അതിൽ ഉണ്ടായിരുന്നത്. അത്ഭുതമായിരിക്കുന്നു. ബാബ തന്നെ ശ്യാമയോടെ അടുത്തയച്ചത് താൻ ദിവസേന വായിക്കുന്ന ഭാഗം മുഴുമിക്കാൻ വേണ്ടിയാണെന്ന് തോന്നി. അതുകൊണ്ട് ആ മുഴുമിക്കാത്ത ഭാഗത്തെ അദ്ദേഹം പൂർത്തിയാക്കി. ഇത് കഴിഞ്ഞ ഉടൻ ശ്യാമ തന്റെ പൂജയെല്ലാം കഴിച്ച് പുറത്തു വന്നു. 2 പേരും വർത്തമാനത്തിനിരുന്നു. ഹേമന്ത് പന്ത്, ഞാൻ ഒരു സന്ദേശം ബാബയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളുടെ അടുത്തു നിന്ന് 15 രൂപ ദക്ഷിണയായി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കുറെ നേരം സന്തോഷമായി സംസാരിച്ചു നിങ്ങളെയും കൂട്ടി മസ്ജിദിലേക്ക് വരുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്യാമ അത്ഭുതത്തോടു കൂടി, എൻ്റെ അടുത്ത് തരുവാൻ പണമൊന്നുമില്ല. എൻ്റെ 15 നമസ്കാരങ്ങളെ ദക്ഷിണയ്ക്ക് പകരമായി ബാബയ്ക്ക് കൊടുക്കുക. ഹേമന്ത് പന്ത്, ശരി, നിങ്ങളുടെ നമസ്കാരങ്ങളെ സ്വീകരിച്ചു. ഇപ്പോൾ നമുക്ക് കുറെ കഥകളും ലീലകളും പറയാം. ബാബ നമ്മുടെ പാപങ്ങളെ നീക്കും. ശ്യാമ, ശരി, കുറെ നേരം ഇവിടെ ഇരിക്കൂ. ബാബയുടെ ലീലകൾ അതിശയമായതാണ്. ഞാനൊരു ഗ്രാമീണനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ജ്ഞാനിയായ മാന്യനും. അങ്ങ് വന്നതിന് ശേഷം കുറെ കൂടി ലീലകൾ കണ്ടിരിക്കും. തങ്ങളുടെ മുമ്പിൽ എങ്ങനെ എനിക്കിതൊക്കെ പറയാൻ സാധിക്കും? ശരി, ഈ വെറ്റില, പാക്ക്, ചുണ്ണാമ്പ് എല്ലാം ചേർത്ത് പാൻപീട എടുത്തുകൊള്ളുക. അതിനിടയിൽ ഞാൻ അകത്ത് ചെന്ന് ഡ്രസ്സുകൾ മാറ്റി വരാം. കുറെ നിമിഷങ്ങൾക്ക് ശേഷം ശ്യാമ പുറത്തു വന്നു. ഹേമന്ത് പന്തിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ഭഗവാന്റെ ലീല തെളിവറ്റ
ഒന്നായതാൽ ആരതറിയും? അദ്ദേഹത്തിന് ഇളക്കമുണ്ടാവുകയില്ല. ഗ്രാമീണരായ നമുക്കെന്തറിയാം? എന്തുകൊണ്ട് ബാബ നേരിൽ കഥകൾ പറയുന്നില്ല? എന്തിനായി നിന്നെപ്പോലുള്ള ബുദ്ധിമാന്മാരെ എന്നെപ്പോലുള്ള മൂഢന്മാരോട് സംസാരിക്കാൻ അയക്കുന്നു? ബാബയുടെ വഴികൾ പിടികിട്ടാത്തതാണ്. എനിക്ക് ഒന്നും മാത്രം പറയാൻ സാധിക്കും, അവ മനുഷ്യരുടേതല്ല. എങ്ങനെയൊരു മുഖവരോടുകൂടി ശ്യാമ പറഞ്ഞു. ഞാൻ ഇപ്പോൾ കഥ ഓർമ്മിക്കുന്നു, അത് പറയാം. ഒരു ഭക്തന്റെ ഉറച്ച തീരുമാനം പോലെയാണ് ബാബയുടെ ഉത്തരങ്ങൾ. ചില സമയങ്ങൾ ബാബ തൻ്റെ ഭക്തന്മാരെ കഠിനമായി പരിശോധനയ്ക്ക് വിധേയരാക്കും, പിന്നീട് ഉപദേശിക്കും. എൻ്റെ ഉപദേശം എന്ന വാർത്ത കേട്ടയുടനെ ഒരു മിന്നൽ പിണർ മനസ്സിനുള്ളിലൂടെ പായുന്നത് പോലെ തോന്നി. അദ്ദേഹം ഉടനടി ശ്രീ സത്യയുടെ ഗുരുചരിതം വായിച്ചത് ഓർമ്മിച്ചു. ക്ലേശമായ മനസ്സിൽ ശാന്തി കിട്ടുവാനായി ഒരു പക്ഷേ ബാബ ഹേമന്ത് പന്തിനെ ശ്യാമയുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ടാവും. ഏതായാലും തൻ്റെ മനസാക്ഷി ശ്യാമയുടെ കഥകൾ കേൾക്കുവാൻ തുടങ്ങി. അവയെല്ലാം ബാബ എത്രയോ ദയാലുവും കരുണാസാഗരനും സ്നേഹമുള്ളവനുമാണ് ഭക്തന്മാരോട് എന്നതിനെ കാണിക്കുന്നു. ഹേമന്ത് പന്ത് ഇതെല്ലാം കേട്ട് സന്തോഷിക്കുവാൻ തുടങ്ങി. അതിനുശേഷം താഴെ പറയുന്ന കഥ വിവരിക്കാൻ തുടങ്ങി. ശ്രീ സായിനാഥന് നമസ്കാരം. ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ